എന്ന് പറയാം. കേട്ടോളൂ. വാക്കും പ്രവൃത്തിയും തമ്മിലും രഹസ്യവും പരസ്യവും തമ്മിലും പൊരുത്തക്കേടുണ്ടാകുന്നതാണ് കാപട്യം. വളരെ വിനയത്തോടെ ചോദിക്കുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനാവിലൂടെ, നിങ്ങൾ താടി വളർത്തണേ, നിങ്ങൾ താടി വളർത്താതെ താടി വടിക്കുന്നത് മുശ്രിക്കീങ്ങളെ ഏർപ്പാടാണ്, മജൂസികളെ ഏർപ്പാടാണെന്ന് അവിടുത്തെ ഹദീസിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ വ്യക്തമായി പറയുമ്പോൾ, എന്താ സാധനം, താടിയെല്ലാം കണ്ടാലും ബ്രഷാക്കാൻ പറ്റും താടി. ഫത്ഹുൽ മുഈൻ അടക്കമുള്ള കിതാബുകളിൽ താടി വടിക്കുന്നത് ഹറാമാണെന്ന് വരെ ഇമാമികൾ രേഖപ്പെടുത്തുമ്പോൾ അതും മനസ്സിലായി. കുന്തത്തിന് ഇതെന്തൊരു കുന്താണ്, അതിനൊരു താടിയും, ഒരു കുന്തത്തിനൊരു താടി. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താടി വടിക്കുന്നത് വിരോധിച്ചതാണെന്ന് സർവമഹാന്മാരും പറയുമ്പോൾ, അതേ താടി വളർത്തൽ സുന്നത്താണെന്ന് എല്ലാവരും പറയുമ്പോൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി സംസാരിക്കുന്നവർ താടി ഇവിടെ ഒറ്റയ്ക്കാൻ പറ്റുമോ? അല്ലാഹുവിന്റെ റസൂലിനെ ധിക്കരിക്കുന്നവർ അവർക്ക് കഠിനമായ ശിക്ഷയുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖത്ത് നോക്കണ്ടയോ? അപ്പൊ വാക്കും പ്രവൃത്തിയും പൊരുത്തപ്പെടുന്നുണ്ടോ? പൊരുത്തപ്പെടുന്നില്ല. ഇതാ കാപട്യം. നിന്നെ കൈപിടിച്ച് മറ്റുള്ളവർ ചുംബിക്കണമെന്ന് ചിന്തിക്കല്ല, ജനങ്ങൾ നിന്നെ ബഹുമാനിക്കണമെന്ന് ആലോചിക്കല്ല. നീ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്മയോടെ ജീവിച്ചോ. നിന്നെ കൈപിടിച്ച് മറ്റുള്ളവർ ചുംബിക്കണമെന്ന് ചിന്തിക്കല്ല, നിന്നെ കൈപിടിച്ച് മറ്റുള്ളവർ ചുംബിക്കണമെന്ന് ചിന്തിക്കല്ല, നിന്നെ കൈപിടിച്ച് മറ്റുള്ളവർ ചുംബിക്കണമെന്ന് ചിന്തിക്കല്ല. അപ്പൊ വാക്കും പ്രവൃത്തിയും പൊരുത്തപ്പെടുന്നുണ്ടോ? പൊരുത്തപ്പെടുന്നില്ല. ഇതാ കാപട്യം. ഫോട്ടോ കൈകാര്യം ചെയ്യുന്നത് ഹറാമാണ്. ഫോട്ടോ കൈകാര്യം ചെയ്യുന്നത് ഹറാമാണ്. ചവിട്ടപ്പെടുന്ന വിരിപ്പിലോ അല്ലെങ്കിൽ ചവിട്ടപ്പെടുന്ന തലയടിയിലോ അതുപോലത്തെ മിമ്മായും തഹനു നിസ്സാരപ്പെടുത്തുന്ന രൂപത്തിലുള്ളതിനാണെങ്കിൽ ഫലൈസ ബിഹറാം, അത് ഹറാമല്ല. നിസ്സാരപ്പെടുത്തുന്ന സ്ഥലത്തുള്ളതിന് ഹറാമില്ല. ഫോട്ടോ കൈകാര്യം ചെയ്യുന്നത് ഹറാമാണ്. വിമർശനങ്ങൾ അതിജയിച്ച കാന്തപുരം എത്രയോ ഉണ്ട്, ഞാനതൊന്നും തിരയാൻ പോയിട്ടില്ല. ഇതാ ഫോട്ടോ, ഇത് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി എടുത്തതാ, നപ്പുറത്തു ഇതാ ഫോട്ടോ. ഇപ്പുറത്തുള്ള ഫോട്ടോ മതിയായിരുന്നല്ലോ. ആൾ തിരിയാനാണെങ്കിൽ ഫോട്ടോ ഹറാമാണെന്ന് ഒന്നുകിൽ പ്രസംഗിക്കൽ നിർത്തുക, അല്ലെങ്കിൽ ഇതിന്റെ വജ്ഹ് പറയാ. അള്ളാന്റെ ദീൻ അങ്ങനെയാണെങ്കിൽ പിന്നെ ചെയ്യരുത്. ആലിമീങ്ങൾ ഇത്ര പരസ്യമായിട്ട് ലക്ഷങ്ങൾ മുടക്കി ചെയ്യരുത്. AP ഉസ്താദിന്റെ വലിയ വൻകിട ഫോട്ടോ ചുമരുമൽ വെച്ചത് ഇന്റർവ്യൂ കാണിക്കണം. വെറുതെ ഓരോന്ന് പറയാ. ഷെയ്ഖ് AP അബൂബക്കർ മുസ്ലിയാരുടെ ഫോട്ടോ, ഉള്ളാൾ തങ്ങളുടെ ഫോട്ടോ, ഇതൊന്ന് കാന്തപുരത്തിന്റെ മുമ്പിൽ വെച്ച് അല്ലെങ്കിൽ പേരോടിന്റെ മുമ്പിൽ വെച്ച് ഏതെങ്കിലും ഒരാൾ ചവിട്ടി തേക്കട്ടെ, മനസ്സ് പൊട്ടൂലേ? അതേ ചവിട്ടപ്പെടുന്ന തലയണയിൽ ഹറാമല്ല. തലയണ ചവിട്ടപ്പെടുന്നതാണോ അതോ പവിത്രമായ തല വെക്കുന്നതാണോ? അല്ലെങ്കിൽ ചവിട്ടപ്പെടുന്ന തലയടിയിലോ തലയണ ചവിട്ടപ്പെടുന്നതാണോ അതോ പവിത്രമായ തല വെക്കുന്നതാണോ? അല്ലെങ്കിൽ ചവിട്ടപ്പെടുന്ന തലയടിയിലോ? ആരോടാണ് ഇതൊക്കെ പറയുന്നത്? ചവിട്ടപ്പെടുന്ന തലയണ. അങ്ങനെയാണെങ്കിൽ വിരോധാഭാസവും വൈരുദ്ധ്യവും നിങ്ങളുടെ പ്രവർത്തനത്തിൽ ഉണ്ടാവരുത്. നിങ്ങൾക്കോ നിങ്ങളുടെ ഫോട്ടോ എവിടെയൊക്കെ വെച്ചിട്ടുണ്ട്? ഈ കാസറ്റുമലും സീഡിമലും ബുക്കുമലും ഇതൊക്കെ പാസ്പോർട്ടിന്റെ ആണോ? ഫോട്ടോ കൈകാര്യം ചെയ്യുന്നത് ഹറാമാണ്. ഈ കാസറ്റുമലും സീഡിമലും ബുക്കുമലും ഇതൊക്കെ പാസ്പോർട്ടിന്റെ. വാക്കും പ്രവൃത്തിയും പൊരുത്തപ്പെടുന്നുണ്ടോ? പൊരുത്തപ്പെടുന്നില്ല. ഇതാ കാപട്യം. നീ പണത്തിന് വില കൽപ്പിക്കല്ല, നീ പണത്തിന് വില കൽപ്പിക്കല്ല, നീ പണത്തിന് വില കൽപ്പിക്കല്ല. 500 റുപ്യന്റെ നോട്ടും ഒരു ഗാന്ധിജിയുടെ ഫോട്ടോല്ലേ ചോദിക്കണ്ട. 500 റുപ്യന്റെ നോട്ടിന് നമ്മൾ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. 500 റുപ്യന്റെ നോട്ടും ഒരു ഗാന്ധിജിയുടെ ഫോട്ടോല്ലേ ചോദിക്കണ്ട. 500 റുപ്യന്റെ നോട്ടിന് നമ്മൾ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. 1 ഫീറ്റ് ഭൂമിക്ക്, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, മുമ്പും പറഞ്ഞിരുന്നു, നമ്മൾ ഈ പരിപാടി നടത്തുന്ന സ്ഥലം 1 ഫീറ്റ് ഭൂമിക്ക് 500 റുപ്യയാണ്. 1 ഫീറ്റ് ഭൂമിക്ക് 500 റുപ്യയാണ്. 500 റുപ്യന്റെ നോട്ടം ഒരു ഗാന്ധിജിയുടെ ഫോട്ടോല്ലേ ചോദിക്കണ്ട. 500 റുപ്യന്റെ നോട്ടിന് നമ്മൾ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. 500 റുപ്യന്റെ നോട്ടം ഒരു ഗാന്ധിജിയുടെ ഫോട്ടോല്ലേ ചോദിക്കണ്ട.
500 റുപ്യന്റെ നോട്ടിന് നമ്മൾ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. അതില് ഇന്നലെ ഒരാൾ 50,000 റുപ്യയുടെ ചെക്ക് തന്നിരുന്നു. 100 ഫീറ്റ് ഭൂമി അദ്ദേഹം ഏറ്റെടുത്തു. അതുപോലെ പല ആളുകളും ഏറ്റെടുത്തവരുണ്ട്. ഇവിടെ ഇപ്പോൾ 500 റുപ്യ ഒരു ഫീറ്റ് ഭൂമിക്ക്. 500 റുപ്യന്റെ നോട്ടം ഒരു ഗാന്ധിജിയുടെ ഫോട്ടോല്ലേ നിരോധിക്കണ്ട. 500 റുപ്യന്റെ നോട്ടിന് നമ്മൾ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് ഉണക്കി വാങ്ങുമ്പോ ഈ ഫോട്ടോ അങ്ങ് കൊടുക്കുക ചെയ്യുന്നത്. ഉണക്കിമീന്റെ വില പോലും ആ ഫോട്ടത്തിന് കൽപ്പിച്ചില്ല. ഇവിടെ ഇപ്പോൾ 500 റുപ്യ ഒരു ഫീറ്റ് ഭൂമിക്ക്. 500 റുപ്യന്റെ നോട്ടം ഒരു ഗാന്ധിജിയുടെ ഫോട്ടോല്ലേ നിരോധിക്കണ്ട. 500 റുപ്യന്റെ നോട്ടിന് നമ്മൾ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. ഉണക്കിമീൻ വാങ്ങുമ്പോൾ കൊടുക്കുന്നത് നോട്ടാ. അപ്പൊ അതിനൊരു വിലയില്ല, മുംതഹനാണത്. ഒരു ഫീറ്റ് ഭൂമിക്ക് 500 റുപ്യയാണ്. സർക്കാർ ജോലി സംബന്ധമായി കോടതിയിലുള്ള കേസ് വിജയിച്ച് ശമ്പളം എടുക്കാനുള്ള വഴിയിൽ എളുപ്പമാകാൻ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് സുന്നി പ്രവർത്തകൻ എത്തിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ പ്രശ്നം നീ വളരെ പെട്ടെന്ന് പരിഹരിച്ചു കൊടുക്കണം റഹ്മാനെ.